എല്ലാവർക്കും നമസ്കാരം. കുറച്ച് പച്ച തക്കാളി കിട്ടി, ഒരു ചെടി ഒടിഞ്ഞു വീണതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതുണ്ടാക്കി. പക്ഷേ അവസാനം ആയപ്പോഴേക്കും ആരോ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട കാര്യം കൊണ്ട് മറന്നുപോയി. അതുകൊണ്ട് അവസാനം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വീഡിയോ എടുത്ത ഭാഗമൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണണം, മുഴുവനായിട്ടും കാണണം. മോളാണ് പറിക്കണത്. ഇതാണ് ഒടിഞ്ഞു പോയ തക്കാളി. അതിൽ നിന്ന് എല്ലാതും പൊട്ടിച്ചു പച്ചയൊക്കെ. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് ഈ ഐഡിയ വന്നത്, തക്കാളി ഫ്രൈ ഉണ്ടാക്കാമെന്ന്. പച്ച തക്കാളി കൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ പച്ചത്തക്കാളി വാങ്ങാൻ കിട്ടില്ലല്ലോ. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് പച്ചത്തക്കാളി കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് ഇങ്ങനെ മുളക് പറിക്കുക, അപ്പോൾ തക്കാളി പൊട്ടിക്കുക, അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മോളെ കൂടെ കൂട്ടി എന്നിട്ട് മോൾ തന്നെയാണ് പറിക്കണത്. കുറച്ചൊക്കെ പച്ച പൊട്ടിക്കാൻ പറയും, ചിലത് പഴുത്തത് നോക്കി പൊട്ടിക്കും. നമ്മൾ പറയണതിനനുസരിച്ച് അവൾ ചെയ്തോളും. അപ്പോൾ ഒപ്പം നടക്കണം, വീഴൊന്നും വരുന്നല്ലോ. അത്ര നിരപ്പായ സ്ഥലമൊന്നുമല്ല, അപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട്. പഴുത്തതും കുറച്ച് പച്ചയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് നന്നായി ചിരിച്ചു. ഒരു പുളിങ്ങാച്ചി. എപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെയാണ് ചിരിക്കുക. ഇനി ഇതിൽ പച്ച മാത്രം തിരഞ്ഞെടുത്തിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെയാണ്. സവാള ഇത്തിരി അധികം വേണം കേട്ടോ. ഇനി നമ്മുടെ പച്ച തക്കാളി ഒരു മീഡിയം സൈസിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയും മല്ലിയുടെ ഇലയാണ് അവസാനം ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തെടുക്കണത്. അതാണ് കേട്ടോ ഈ കളറ്. നമ്മൾ കഴുകി വാരാൻ വെച്ചാൽ വറ്റി വരുമ്പോൾ ഈ കളറാവും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കാം കേട്ടോ ചെയ്തത്. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ചേർക്കാനുള്ള പാകമായിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞങ്ങൾ ഇവിടെ വറുത്ത് പൊടിക്കുക ചെയ്യാം മല്ലി. അപ്പോൾ അതിൻ്റെ കൂടെ മുളകും കൂട്ടും. അപ്പോൾ അത് കുറച്ച് എരിവ് ഉണ്ടാവും. അപ്പോൾ പിന്നെ എക്സ്ട്രാ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചമുളക് കൂട്ടിയതും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചതാണ്. അപ്പോൾ അതും നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുളക് പൊടി ചേർക്കാറില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ടേസ്റ്റിന് കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പച്ചത്തക്കാളി ചേർക്കാനുള്ള പാകമായിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് നേരം കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഓരോ ഗസ്റ്റ് വന്നിട്ട് ഞാനങ്ങോട്ട് പോയി. പിന്നെ ഈ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നുള്ളു ഗരം മസാല ഇട്ടു, പിന്നെ കറിവേപ്പിലയും മല്ലിയുടെ ഇലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തു. അത്ര തന്നെ വേണ്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പച്ചത്തക്കാളിയൊന്നും പറയുമൊന്നുമില്ല, പുളിയൊക്കെ പാകത്തിന് തന്നെയുള്ളൂ. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് കൂടിയും ചെയ്തേക്കണേ.